നമസ്കാരം, ഞാൻ വേണു മഹാദേവ്. ജ്യോതിഷ കൈരളിയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. നമ്മുടെ ജ്യോതിഷ കൈരളിയുടെ വിജയം എന്ന് പറയുന്നത്, ജ്യോതിഷ കൈരളിയുടെ അനുഗ്രഹം എന്ന് പറയുന്നത് നിങ്ങളുടെ സപ്പോർട്ട്, ലൈക്കും പിന്നെ ഷെയറും ഒക്കെയാണ്. അത് നിങ്ങൾ വേണ്ടുന്ന പോലെ തരുന്നുണ്ടെന്ന് നന്നായിട്ടറിയാം. അതിന് പ്രപഞ്ചശക്തിയുടെ പേരിൽ നിങ്ങളോടെല്ലാം നന്ദിയും കടപ്പാടും പറഞ്ഞുകൊണ്ട് തന്നെ പുതുവർഷ ഫലത്തിലേക്ക് കിടക്കുന്നു. പുതുവർഷ ഫലം എന്ന് പറയുമ്പോൾ നമ്മൾ ചിങ്ങമാസമാണ്. ചിങ്ങം മുതൽ കർക്കിടകം വരെ വരുന്ന നമ്മൾ മലയാളികളെ സംബന്ധിച്ച് ചിങ്ങമാണ് നമ്മുടെ പുതുവർഷം. കാരണം നമ്മൾ പൊന്നോണം ആഘോഷിക്കുന്ന മാസമാണ് ചിങ്ങം. പൊന്നോണം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും, മലയാളികൾക്ക് അതിൻ്റെ ഒരു ആഹ്ലാദവും സന്തോഷമുണ്ട്. നമ്മളെല്ലാം മറന്ന്, നമ്മുടെ എല്ലാ പ്രാരാബ്ദവും ദുഃഖമൊക്കെ മറന്ന് നമ്മുടെ ജീവിതത്തിലെ എല്ലാ രീതിയിലും ഒത്തൊരുമയോടെ ആഘോഷിക്കുന്ന ആ പൊന്നോണത്തിൽ നിങ്ങൾക്കെല്ലാം പൊന്നോണാശംസകൾ. ധനുക്കൂറിൻ്റെ ഫലം പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ധനുക്കൂർ എന്ന് പറയുമ്പം മൂലം, പൂരാടം, ഉത്രാടത്തിലെ കാല്. അപ്പം മൂലം, പൂരാടം, ഉത്രാടത്തിൽ കാലെന്ന് പറയുന്ന ഈ നക്ഷത്രക്കാരെല്ലാം തന്നെ ഇപ്പോൾ നമുക്ക് പൊതുവിൽ നമ്മുടെ രാഹുകേതു മാറ്റം, ശനി മാറ്റം, പിന്നെ വ്യാഴമാറ്റമൊക്കെ വന്നപ്പോൾ നമുക്കറിയാം കുറേ ഗുണങ്ങളും വന്നിട്ടുണ്ട്. കാരണം 7 തന്നെ നമുക്ക് നിവൃത്തി സ്ഥാനത്ത് വ്യാഴം വരുന്നത് നല്ലതാണ്, വ്യാഴമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഈ ഒരു വർഷം നല്ലത് തന്നെയാണ്. ഒപ്പം തന്നെ നമ്മുടെ 4 കണ്ടകസ്ഥാനത്ത് ശനിയുണ്ട്. പക്ഷേ ആ ശനി നമ്മൾ വലിയ ദോഷവും ചെയ്യത്തില്ല. അതിൻ്റെ കാരണം 4 പറയുന്നത് നമ്മളെ തറവാട്ടാണ്, കുടുംബമാണ്. അപ്പോൾ അവിടെ ശനി നിൽക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ. പൂർവിക സ്വത്തുക്കൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ചില പ്രത്യേക കാര്യങ്ങൾക്ക് വേണ്ടി ബന്ധുക്കളുമായിട്ട്, അതായത് അമ്മ വഴിക്കോ അച്ഛൻ വഴിക്കോ ഉള്ള നമ്മളെ തറവാട്ടിലുള്ള ബന്ധുക്കളുമായിട്ട് നമുക്ക് ചില സ്വരച്ചേർച്ചയോ ഇല്ലായ്മയോ അല്ലെങ്കിൽ അവരുമായിട്ടൊരു ക്ലാഷോ വഴക്കോ ശത്രുതയോ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം? നമ്മുടെ സമയം അത്ര നന്നല്ല. നമ്മൾ ആരോടും പിണങ്ങിയിട്ട് കാര്യമില്ല. നമ്മൾ എത്ര നാളത്തേക്കാണ് ഭൂമിയിലൊരു വലിയൊരു നാടകത്തിൽ അഭിനയിക്കാൻ വന്നതാണ് നമ്മളെല്ലാം. നമുക്ക് തന്ന റോള് നമ്മൾ ഭംഗിയായിട്ട് ഇവിടെ നിർവഹിക്കുന്നു. അതിനകത്ത് കഴിയുന്നത്ര നമ്മളെ കൂടെ ഉള്ളവരോട് നീതിയും ന്യായവും സന്തോഷവും സ്നേഹവും കൊടുത്ത് പിരിഞ്ഞു പോവുക. അത്രേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനിടയിൽ നമ്മളെന്തിനാ നമുക്ക് ബന്ധുക്കളായി തന്നവരോട് നമ്മൾ പിണങ്ങണം? ഒന്നും പാടില്ല. ഒപ്പം തന്നെ കുടുംബ സ്വത്ത്പരമായ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ചെറിയ തർക്കങ്ങളോ കാര്യങ്ങളൊക്കെ വന്നാൽ നമ്മൾ നേരിട്ടൊന്നും പറയരുത്. നമ്മുടെ അതിൽ പറയാൻ പറ്റുന്ന ഒരു മധ്യസ്ഥത പറയാൻ പറ്റുന്ന ഒരു ധർമ്മവും നീതിയുള്ള ഏതെങ്കിലും വ്യക്തികളെ ഇടപെടുത്തി വേണം നമ്മൾ നേരിട്ട് സംസാരിക്കാനേ പോകരുത്. കാരണം തർക്കം വരാവുന്നൊരു സമയമാണ്. പിന്നെ മറ്റൊന്ന്, നിങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ ധനപരമായിട്ട് ഒരുപാട് ഗുണം വരും. വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കും. ഇഷ്ടപ്പെട്ട ബന്ധങ്ങളുണ്ടായി വരും. പുതിയ സൗഹൃദങ്ങളുണ്ടായി വരും. പരസ്പരം ഇഷ്ടമായിരുന്നവർ അകന്നിരിക്കുകയോ അല്ലെങ്കിൽ അകൽച്ചയുണ്ടെങ്കിൽ അതെല്ലാം മാറും. പ്രത്യേകിച്ച് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലൊക്കെ ചെറിയ സൗന്ദര്യപ്പിണക്കോ അല്ലെങ്കിൽ ഒരു കുടുംബ വഴക്കോ അല്ലെങ്കിൽ കുടുംബ കോടതിയിൽ പോകുന്നൊരവസ്ഥയിലൊക്കെ നിൽക്കുകയാണെങ്കിൽ അതെല്ലാം ഒരു ന്യായമായ രീതിയിൽ നമ്മൾ പറഞ്ഞ് തീർത്ത് രമ്യതയിൽ പോകാവുന്ന ഒരു സമയമാണ്. അപ്പോൾ അതെല്ലാം നമ്മൾ ഗുണകരമായിട്ട് ഉപയോഗിക്കുക. അതിനു വേണ്ടിയാണ് ഞാൻ പറയുന്നത്. പിന്നെ ഈ ധനുക്കൂറുകാരെ സംബന്ധിച്ച് പുതുവർഷം കൊണ്ടുണ്ടാകാവുന്ന ഏറ്റവും വലിയൊരു നേട്ടം, ഈ 10 കർമ്മസ്ഥാനത്ത് ചൊവ്വ വന്നത്. അപ്പോൾ എന്ത് ചെയ്യും? നമുക്ക് ഭൂമി, വീട്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റും. കാരണം അത്തരം കാര്യങ്ങൾ നമുക്ക് വിൽപ്പനയോ അല്ലെങ്കിൽ പുതുതായിട്ട് വാങ്ങിക്കാനോ പുതുക്കാനോ വീട് പുതുക്കി പണിയാനോ ഒക്കെ പറ്റുന്ന സമയമാണ്. ഒപ്പം തന്നെ നമ്മൾ ചില കാര്യങ്ങളിൽ ബോൾഡായിട്ട് തീരുമാനം എടുക്കാൻ പറ്റും. ബോൾഡായിട്ട് തീരുമാനം പറയാൻ കാരണം, ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്, എന്നെ കൺസൾട്ട് ചെയ്യുന്ന നല്ലൊരു ശതമാനം ആത്മസുഹൃത്തുക്കൾക്കുള്ള പ്രധാന പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒരു 10-25 വർഷമായിട്ട് ആയിരക്കണക്കിന് ജീവിതം പഠിക്കാൻ പറ്റി. അതിൽ നിന്നും പഠിച്ചൊരു പാഠം, ഈ നമ്മളിൽ ഒരുപാട്, അതായത് ആണായാലും പെണ്ണായാലും ജീവിതത്തിൽ നമ്മൾ ദുരഭിമാനം കൊണ്ട് സഫർ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. പിന്നെ നമ്മൾ ജീവിതത്തിൽ നമ്മുടെ എതിരെ നിൽക്കുന്ന ആൾ, അതായത് നമ്മുടെ ലൈഫ് പാർട്ണറായിരുന്നാലും പിന്നെ നമ്മൾ ഒരുപാട് വിട്ടുവീഴ്ച ചെയ്ത് അതിലൂടെ സഫർ ചെയ്ത് അവസാനം കീഴടങ്ങുന്നൊരവസ്ഥ വരും. അത് ചെയ്യരുത്.
നിങ്ങൾ ഒരു കാര്യത്തിൽ നോ പറയേണ്ടടുത്ത് പറയണം. നിങ്ങൾ നമ്മളെ വ്യക്തിത്വം കളഞ്ഞു കുളിക്കരുത്. നമുക്ക് ഏതൊരു വ്യക്തിയും സ്വതന്ത്രമായി ജീവിക്കാനുള്ള എല്ലാ ഭാഗ്യങ്ങളും ആ ഓൾമൈറ്റി നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ചില സ്ഥലത്ത് ഒരാളിന് നന്നാവും എന്ന് വിചാരിച്ച് മാറ്റിവെക്കുകയും ചെയ്യരുത്. ഈ ലോകത്ത് നമ്മൾ ഒറ്റ ഭാഷയേ ഉള്ളൂ. നന്നാവേണ്ട ആൾ അതായത് അല്ലിക്കൊട് ചൊല്ലിക്കൊട് തള്ളിക്കളാന്നാണ്. അല്ലിക്കൊടുത്തിട്ടും ചൊല്ലിക്കൊടുത്തിട്ടും നന്നാവാത്ത ആൾ ഒരിക്കലും നന്നാവത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കാരണം ജീവിതത്തിൽ നമ്മൾ എന്താ പറയുക, അവരുടെ ജീനിൻ്റെയും അവരുടെ പിന്നെ എന്താ പറയുക പാരമ്പര്യമായി കിട്ടുന്ന ചില ഗുണങ്ങളാണ്. അത് മാറില്ല. അവരുടെ ജാതകാൽ കിട്ടുന്ന ഗുണമാണ്, അത് മാറത്തില്ല. അപ്പോൾ അത് മാറ്റാൻ നമുക്ക് പറ്റില്ല. ഒന്നേ ചെയ്യാൻ പറ്റൂ, നമുക്ക് അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനേ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മളെപ്പോഴും ഈ ഓരോ വ്യക്തിയും, ഞാൻ പറയുന്നു, നിങ്ങളെല്ലാം ഓരോ വ്യക്തി ഓരോ ദ്വീപാണ്. നിങ്ങൾ ഇൻഡിപെൻഡൻ്റായിട്ട് നിങ്ങളെ അതായത് നമുക്ക് പറയില്ലേ, നിങ്ങൾക്കുള്ള സിറ്റിസൺഷിപ്പ്, നിങ്ങളുടെ ഇൻഡിപെൻഡൻ്റായിട്ടുള്ള ഒരു വ്യക്തിത്വം, അത് ആരുടെ മുമ്പേ അടിയറ വയ്ക്കരുത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളാകെപ്പാടെ എപ്പോഴും ഒന്ന് മാത്രം ചിന്തിക്കുക. ജീവിതത്തിൽ നമ്മൾ ജ്യോതിഷത്തെ മാത്രമല്ല ആശ്രയിക്കേണ്ടത്, യുക്തിയും ബുദ്ധിയും കൂടെ അപ്ലൈ ചെയ്യണം. താമ്പാതി ദൈവം പാതി എന്നാണ്. ഈശ്വരൻ നിങ്ങൾക്ക് തരേണ്ടത് തന്നിട്ടുണ്ട്. അത് ഉപയോഗിക്കുന്നതും നഷ്ടപ്പെടുത്തുന്നതും കഷ്ടപ്പെടുന്നതും നിങ്ങളെ യുക്തിയാണ്, അല്ല ജ്യോതിഷനെയോ ദൈവങ്ങളെയൊന്നും കുറ്റം പറയരുത്. രണ്ടാമത്തേത്, ഈ ജാതകത്തിൽ നിങ്ങൾക്ക് വരുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് പറയുന്നത്, ഈ വ്യാഴം ഞാൻ പറഞ്ഞ 7 നിവൃത്തി സ്ഥാനത്താണ്. ബിസിനസ്സിൽ പുതിയ വഴിത്തിരിവുകളുണ്ടാവും, പുതിയ പാർട്ണർഷിപ്പ് വരും. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ പുതിയ സപ്പോർട്ടുകൾ വരും. ഇതെല്ലാം ഉപയോഗപ്പെടുത്തണം. അതിൻ്റെ കാരണം 8 ബുധനാണ്. പൊതുവിൽ ജ്യോതിഷത്തെ പറ്റി കുറച്ചൊക്കെ അറിയാവുന്ന എല്ലാവർക്കും അറിയാം. ആകെ ജ്യോതിഷത്തിലെ ഏറ്റവും പ്രശ്നമുള്ളൊരു ഭാവമാണ് 8ാം ഭാവം. അഷ്ടമം കഷ്ടമെന്നാണ്. പക്ഷേ ഈ ഗ്രഹങ്ങളിൽ 8ാം ഭാവം ഗുണകരമായ ഒരേ ഒരു ഗ്രഹം എന്ന് പറയുന്നത് ബുധനാണ്. ബുധൻ 8 നിൽക്കുന്നത് നല്ലതാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ബുധൻ 8 നിൽക്കുമ്പം ഈ കള്ളത്തനം, ചതി, വഞ്ചന തിരിച്ചറിയാൻ പറ്റും. അദ്ദേഹത്തിന് നമ്മളെ ഈ ഫ്രോഡ് തിരിച്ചറിയാൻ പറ്റും. നമ്മളിത് കലികാലമാണ്. നമുക്ക് ചുറ്റും നിൽക്കുന്ന വ്യക്തികൾ, നമ്മൾ കുറച്ച് സാധ്യതയൊക്കെ ആണെങ്കിൽ നമ്മളെ യൂസ് ചെയ്യാൻ വേണ്ടി അവർ ശ്രമിക്കും. അവിടെ നമുക്ക് തിരിച്ചറിയാൻ പറ്റണം. പ്രത്യേകിച്ച് ഇതിനകത്ത് ഞാൻ എടുത്തു പറയാൻ കാരണം, ഈ സാമൂഹ്യ രംഗത്ത് കലാ സാഹിത്യ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ, സെലിബ്രിറ്റികൾ, അതുപോലെ തന്നെ നിങ്ങളുടെ വലിയ വലിയ ബിസിനസ് നടത്തുന്നവർ, അതുപോലെ തന്നെ നമ്മളെന്താ പറയും, ഈ ഒരുപാട് ജോലിക്കാരെ വെച്ച് ഡീൽ ചെയ്യുന്ന എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ്, അതായത് സാധാരണ ഉദ്യോഗസ്ഥരല്ല, ഒരു വലിയ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ നയിക്കേണ്ടി വരുന്നവർ, ഇവർക്കെല്ലാം കൂടെ നിൽക്കുന്നവരിൽ നിന്ന് എവിടെ നിന്ന് പണി വരുന്നു, ആരൊക്കെ നമുക്ക് വിശ്വസിക്കാൻ എല്ലാം തിരിച്ചറിയാൻ പറ്റുന്നൊരു സമയമാണ്. അത് നമ്മൾ യൂസ് ചെയ്യുക. കാരണം ബുധൻ 8 വരുമ്പോൾ അത് തിരിച്ചറിയിച്ച് തരും. നമുക്ക് ഇന്ന ആൾ നമുക്ക് ഗുണം ചെയ്യും, ഇന്ന ആൾ ദോഷം ചെയ്യും, ഇന്ന ആൾ ഇത്രയും നാൾ നമ്മളെ കൂടെ നിന്നുകൊണ്ട് പാര വെച്ചുകൊണ്ടിരുന്നത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അങ്ങനെ തിരിച്ചറിവിൻ്റെ ഒരു കാലമാണ് ഈ പുതുവർഷം. പിന്നെ മറ്റൊന്ന്, നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ 2ഉം 3ഉം ഭാവാധിപതിയായ ശനിയാണ് കണ്ടകസ്ഥാനമാണെങ്കിൽ 4 നിൽക്കുന്നത്. അപ്പോൾ 4 നിങ്ങൾ നിൽക്കുന്നത് 4 കണ്ടകസ്ഥാനമൊന്നും മാത്രമായിട്ട് ചിന്തിക്കേണ്ട, 4 കൊണ്ട് വേറെ ഗുണങ്ങളുമുണ്ട്. ആ സ്ഥാനത്ത് പോയി നിൽക്കുമ്പോൾ നമ്മുടെ ധർമ്മദേവതകളെ കൈവിടരുത്. നിങ്ങൾക്കിപ്പോൾ ധർമ്മദേവതാ പ്രീതി വരുത്തേണ്ട സമയമാണ്. അതായത് നിങ്ങളെ അച്ഛൻ വഴിക്കോ അമ്മ വഴിക്കോ അല്ലെങ്കിൽ തറവാട്ട് ദേവതമാരുണ്ടായിരുന്നെങ്കിൽ, കുടുംബ ദേവതമാരുണ്ടായിരുന്നെങ്കിൽ, ഇല്ലെങ്കിൽ അച്ഛനും അമ്മയും ഒക്കെ വളർന്ന ആ സ്ഥലത്തുള്ള ഗ്രാമദേവതമാരുണ്ടായിരുന്നെങ്കിൽ ആ ദേവതമാരെ പോയി കാണുകയും അവരെ പ്ലീസ് ചെയ്യിക്കുകയും ചെയ്യുന്നത് നല്ലതാണ്. മനസ്സിലായില്ലേ? ഇതിനൊക്കെയാണ് അവസരം കൊണ്ടുവരുന്നത്. നമ്മൾ ജ്യോതിഷപരമായിട്ട് കുറേ കാശ് വരുമോ, ഉണ്ണാനും തിന്നാനും പറ്റുമോ, കല്യാണം കഴിക്കാൻ പറ്റുമെന്ന് മാത്രമല്ല ചിന്തിക്കേണ്ടത്. നമ്മളെ ജീവിതത്തിലെ എല്ലാ നാനാതുറകളിലും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റണം. ഞാൻ ജാതകം നോക്കുമ്പോൾ അതിനകത്ത് ഒരു ജാതകത്തിനകത്തെ അവരുടെ പൂർവ്വജന്മം നോക്കിയിട്ട് ആ ജന്മത്തിനകത്ത് അവർക്ക് വന്ന പിഴവുകളും നന്മകളും എവിടെയൊക്കെ ഉണ്ടെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് നമുക്ക് ഈ ജന്മം കറക്റ്റ് ചെയ്യാൻ പറ്റും. അത്രയും സൂക്ഷ്മമായിട്ട് നമ്മൾ ഈ ജാതകത്തെ എടുത്ത് കൈകാര്യം ചെയ്യാൻ പറ്റും. പക്ഷേ അതിനകത്ത് അന്ധവിശ്വാസം പാടില്ല, വിശ്വാസം മതി. അതായത് വിശ്വാസം മതി എന്ന് പറയാൻ കാരണം, ഇതിനകത്ത് ഇപ്പം നിങ്ങൾക്ക് കണ്ടകസ്ഥാനത്ത് ശനി നിൽക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ പിന്നെ 25,000 രൂപ മുടക്കിയുള്ള ശനീശ്വര പൂജ ചെയ്യണമെന്ന് ഞാൻ പറയില്ല. അത് ഞാൻ ഒരിക്കലും എൻ്റർടൈൻ ചെയ്യില്ല.
നിങ്ങൾക്ക് ക്ഷേത്ര വഴിപാടുകളും ചെറിയ ചെറിയ വഴിപാടുകളും ചെയ്യാം. ഒരിക്കലും പിന്നെ 10,000 രൂപ മുടക്കിയുള്ള വഴിപാടുകൾ ഞാൻ ഒരിക്കലും എൻ്റർടൈൻ ചെയ്യുകയില്ല. അതിൻ്റെ കാരണം നമുക്ക് പൂർവ്വജന്മ ദോഷങ്ങൾ തീരണം. നമ്മളെ നിത്യ ഇതിൽ നിങ്ങൾക്ക് അമ്പലത്തിൽ പോയി ചെയ്യാൻ പറ്റുമെങ്കിൽ ലഘുവായ വഴിപാടുകളോ പ്രാർത്ഥനയോ ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിച്ചാൽ മതി, ഗുണം ചെയ്യും. കോവിഡ് കാലത്ത് നമ്മളങ്ങനെയല്ലേ ചെയ്യുക. അതുകൊണ്ട് ഞാൻ അന്ധവിശ്വാസത്തെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യത്തില്ല. ഈ വർഷം ധനുക്കൂറുകാരെ സംബന്ധിച്ച് വളരെ നല്ല വർഷമാണ്. നിങ്ങൾക്ക് ഒരുപാട് ഐശ്വര്യവും ഭാഗ്യവും വരും. ഇതെല്ലാം ഉപയോഗിക്കുക. ഭാഗ്യം വരുമെന്ന് പറഞ്ഞിട്ട് ലോട്ടറി അടിച്ച് കോടീശ്വരനാവുമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല, അതൊക്കെ മണ്ടത്തരമാണ്. അപ്രതീക്ഷിതമായി ചെറിയ ചെറിയ ധനഭാഗ്യങ്ങൾ വീണ് കിട്ടും. ചിലപ്പോൾ നിങ്ങൾ പണ്ട് ഒരാളിനെ സഹായിച്ചു, അയാൾ തിരിച്ച് വേണ്ടാന്ന് പോലും പറഞ്ഞിട്ട് പോയായിരിക്കും, ആൾ രക്ഷപ്പെട്ടിട്ട് തിരികെ വന്ന് നിങ്ങൾക്ക് ധനം തരും. ജീവിതത്തെ അനുഭവിച്ചിട്ടുണ്ട്. നമ്മൾ ഇന്ന് ചെയ്യുന്ന നമ്മൾ ആ പ്രപഞ്ചശക്തിയിലേക്ക് ഒരു നല്ല കാര്യം എടുത്തിട്ടാൽ അത് തിരിച്ചു വരും, നമുക്ക് വന്നിരിക്കും. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. ഈ പിന്നെ വീഡിയോയുടെ താഴെ എൻ്റെ വാട്സപ്പ് നമ്പറുണ്ട്. നിങ്ങളുടെ സംശയങ്ങൾക്കും കൺസൾട്ടിങ്ങിനും നിങ്ങൾ മെസ്സേജോ വോയിസ് ക്ലിപ്പോ ഇട്ടോളൂ. ഞാൻ ഫ്രീ ആവുന്ന മുറയ്ക്ക് നിങ്ങൾക്ക് വേണ്ടുന്ന എന്നാൽ കഴിയുന്ന നിർദ്ദേശങ്ങൾ തരാം. എന്നാൽ കഴിയുന്നതെന്ന് പറയാൻ കാരണം ഞാൻ നിങ്ങളെപ്പോലൊരു സാധാരണക്കാരനാണ്. ഒരിക്കലും മഹാത്മാവൊന്നുമല്ല, പണ്ഡിതനുമല്ല. ആ പ്രപഞ്ചശക്തി നമ്മളിലൂടെയൊക്കെ, നിങ്ങൾ ഓരോരുത്തരിലൂടെ എന്നിലൂടെയും പ്രവർത്തിക്കുന്നുവെന്ന് വിശ്വസിക്കുന്ന ഒരു എളിമയാർന്ന ഒരു സാധു മനുഷ്യനാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എപ്പോഴും നമ്മൾ സ്വന്തമായി പ്രാർത്ഥനയും സ്വന്തമായി ഈശ്വരാനുഗ്രഹവും കോസ്മിക് എനർജിയെ നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്ത് തന്നെ ജീവിക്കണം. പോസിറ്റീവ് എനർജി ചിന്തിച്ചും അട്രാക്റ്റ് ചെയ്ത് തന്നെ ജീവിക്കണം. അതിന് നിങ്ങൾക്ക് കഴിയട്ടെ. എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാൻ തരട്ടെ. ഈ പുതുവർഷം നിങ്ങൾക്ക് നന്നായിരിക്കും. ഹരേ കൃഷ്ണ.